എൻ്റെ കവിളിലിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്നു. നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നോമ്പ് കഥയുണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എൻ്റേത് ഇതാണ്. ഞാൻ പണ്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 5:30 ആകുമ്പോൾ എത്തുന്ന ഒരു ട്രെയിൻ കിട്ടി എനിക്ക് നാട്ടിൽ നിന്ന്. അന്നൊക്കെ പള്ളിയിൽ നിന്നുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. കാരണം മന്ത് എൻഡാണ്, കയ്യിൽ പൈസയില്ല. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഫുഡൊന്നുമില്ല. അതിൻ്റെ അന്ന് ഞാൻ സ്റ്റേഷനിലെത്തി പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ പടിയിലൊരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അതിനിങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്, നമുക്ക് മുഖം തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ മുഖം ഉയർത്തിയപ്പോഴാണ് ഞാൻ കാണുന്ന ആൾ കരയാണ്. ഞാൻ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ആൾക്ക് ഈ നെഞ്ചിൽ ഇങ്ങനെ ഒരു കൊളുത്തിപ്പിടുത്തം ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജന്മത്ത് കൂട്ടാക്കുന്നില്ല. ഏതെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മെഡിസിൻ ഇല്ല, വീട്ടിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഞാൻ ആളെ വീട്ടിൽ കൊണ്ട് ചെന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ആൾ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലാകുന്നത്. കാരണം ആളുടെ ഹസ്ബൻഡ് നടക്കാൻ കഴിയാത്ത ഒരാളാണ്, ആൾ ബെഡ് റിഡൺ ആണ്. അപ്പോൾ ആ സമയത്ത് ആളവിടെ എത്തിയില്ലെങ്കിൽ പുള്ളിക്കാരൻ ടെൻഷൻ അടിക്കുമോ, എന്നെ കാണാതായ ആൾ പാനിക്കാവോ എന്നുള്ള പേടി കാരണം ഈ ഹോസ്പിറ്റലിൽ പോലും പോകണ്ടെന്ന് പറയുന്നത്. പുള്ളിക്കാരത്തെ അകത്ത് ചെന്ന് ആളെ ഒന്ന് ഓക്കെ ആക്കി മെഡിസിൻ കഴിച്ച് തിരിച്ചു വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കവിളിലിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്നു. അതൊരു അതൊരു ഭയങ്കര മൊമെൻ്റായിരുന്നു. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 8 മണി അടുത്തായി. അന്ന് ഞാൻ നോമ്പ് തുറന്നില്ല, ഫുഡ് കഴിച്ചില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ നോമ്പ് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ നോമ്പ് കഥ. നിങ്ങളുടേത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യേ.